അടുത്തതാണ് ഗൂഗിൾ മൈ ബിസിനസ്. google.com എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യ്. എല്ലാവരും നോക്കട്ടെ, ഗൂഗിളിൽ സെർച്ച് ചെയ്യ് ഗൂഗിൾ മൈ ബിസിനസ്. ക്ലിക്ക് ചെയ്യും. കണ്ടാന്ന് വായിച്ച് എൻഗേജ് വിത്ത് കസ്റ്റമേഴ്സ് ഓൺ ഗൂഗിൾ ഫോർ ഫ്രീ. With Google My Business account, you get more than a business listing. Your free business profile lets you easily connect with the customers across Google Search and Maps. Ini manage now click. Add your business to Google കൊടുക്കുക. താഴെ നിങ്ങളുടെ കമ്പനിയുടെ ഇപ്പൊ നിങ്ങളുടെ പേരിന് കൊടുക്കുക. പ്രദീപ് ഏജൻസി എന്തെങ്കിലും കൊടുക്കുക. നെക്സ്റ്റ് അടി എല്ലാവരും ശ്രദ്ധിക്കട്ടോ. നിങ്ങളുടെ കാറ്റഗറി കൊടുക്കുക. ഡിജിറ്റൽ എന്ന് കൊടുത്ത് ഡിജിറ്റൽ. ഇന്റർനെറ്റ് എന്ന് കൊടുത്ത് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ് ആണ്. നെക്സ്റ്റ്, do you want to add a location customer can visit like a store or office? Yes കൊടുക്കുക. നെക്സ്റ്റ്, അഡ്രസ് കൊടുക്കുക. ഒരു മിനിറ്റ് മോളിപ്പോട്ടെ. It looks like your business might already have a listing Google. ഇതൊന്നും അല്ലല്ലോ. അപ്പൊ താഴേക്ക് വരാം. None of this. Next, ലൊക്കേഷൻ കൃത്യല്ലേ? താഴേക്ക്. നെക്സ്റ്റ്, nobody. ഫോൺ നമ്പർ കൊടുക്കുക. I don't need a website ID. Want updates and recommendations for business on Google? No അടിച്ചോ. Finish. കോണ്ടാക്ട് നെയിം കൊടുക്കുക. നിങ്ങളുടെ മെയിൽ ക്ലിക്ക് ചെയ്യും. മെയിൽ കണ്ടാ? You will get a postcard with your verification code and next steps in about 25 days. Continue. ചെയ്തോ? ഞാൻ മുകളിലത്തെ പ്ലസ് അടിച്ചോ? സേവ് അടി. അടുത്ത് നിങ്ങൾ പിന്നെ ചെയ്താൽ മതി. നിങ്ങളുടെ സർവീസ് ഒക്കെ ആഡ് ചെയ്യാം. ടൈം സെറ്റ് ചെയ്യാം. അപ്പൊ ടൈം കൊടുക്കേണ്ടി വരും. മാക്സിമം എത്ര സെറ്റ് ചെയ്യാൻ പറ്റും? മാക്സിമം എത്ര സർവീസ് സെറ്റ് ചെയ്യാൻ പറ്റും ഒരെണ്ണത്തില്? കുറെ പറ്റും. എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോക്കണം കണക്ക്. 5 അല്ലേ? 5 ആണോ അതോ അതിൽ കൂടുതൽ പറ്റുമോ? അതിൽ കൂടുതൽ പറ്റേണ്ട. നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. ബാക്ക് അടിച്ചോ. ടെലിമാർക്കറ്റിംഗ് കളി അതല്ല നമ്മുടെ ടെലിമാർക്കറ്റിംഗ് അല്ല. നിങ്ങൾ ആഡ് സർവീസ് അടിയാ. SEO 120 എണ്ണം പറ്റുന്നു അല്ല, 120 അല്ല. SEO
120. Enter ready. 120 words. Enter ready. Enter accept ചെയ്യുന്നില്ലല്ലോ. പുറത്ത് ക്ലിക്ക് ചെയ്യ്, പുറത്ത്. സോറി, താഴെ വീണ്ടും കസ്റ്റമർ ആഡ് സർവീസ്. ഗൂഗിൾ ആഡ്സ്, വീണ്ടും ആഡ് കസ്റ്റം സർവീസ്. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ. ആ, നമ്മൾ ഇത് ലൊക്കേഷൻ റെന്റഡ് ബിൽഡിംഗ് ആണ്. അപ്പൊ ഒരു ലൊക്കേഷനിൽ നിന്ന് മാറി പുതിയ ലൊക്കേഷൻ തുടങ്ങുമ്പോൾ പഴയ ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഫുൾ ആയിട്ട്? പറ്റും, പറ്റുമോ? മാനേജ് ചെയ്യാം. SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഇത് ഫേസ്ബുക്ക് ആഡ്, വീഡിയോ, ലീഡ് ജനറേഷൻ, വീണ്ടും ഡിജിറ്റൽ ബ്രാൻഡിങ്, ഗൂഗിൾ അനലിറ്റിക്സ്. മനസ്സിലായി? അങ്ങനെ എത്ര വേണമെങ്കിൽ ചെയ്യാം. ഇനി സേവ് ചെയ്യും. സ്കിപ്പ് അടി, ഇതൊക്കെ അവിടെ എഴുതാം നിങ്ങൾ കേട്ടാ. ഫോട്ടോസ് കൊടുക്കാം. സ്കിപ്പ് അടി, നിങ്ങളുടെ കമ്പനിയുടെ ഫോട്ടോ, നിങ്ങളുടെ പ്രൊഫൈൽ റെഡി ആയി. കണ്ട, ഗെറ്റ് സ്റ്റാർട്ടഡ്. അവിടെ പെൻഡിങ് വെരിഫിക്കേഷൻ കണ്ട. അപ്പൊ നിങ്ങൾക്ക് ആ കോഡ് വരുമ്പോൾ അവിടെയാണ് അത് കറക്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, ഹോം, പോസ്റ്റ്, ഇൻഫോ, ഇൻസൈറ്റ്സ്, റിവ്യൂസ്. നിങ്ങൾക്ക് എത്ര റിവ്യൂസ് ഒക്കെ അവിടെ കാണാം. താഴേക്ക് വന്നേ. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഒറ്റ മിനിറ്റ്, ഇത് തീരട്ടെ. തെറ്റ്. താഴേക്ക് വന്നേ. മാനേജ് ലൊക്കേഷൻ കണ്ട, അതുവഴിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റിമൂവ് ചെയ്യാം. കണ്ട, എൻ്റർ വെരിഫിക്കേഷൻ കോഡ് ഉണ്ടോ? അവിടെയാണ് എന്ത് ചെയ്യണ്ടേ? അവരയച്ചെന്ന കോഡ് എൻ്റർ ചെയ്യണ്ടേ. ക്ലിയർ ആയോ? ഇനി ആ പ്രദീപ് ഡിജിറ്റൽ ഏജൻസിമേ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ ചെക്ക് ബോക്സുമേ അവിടെ ആക്ഷൻ കണ്ടോ? റൈറ്റ് സൈഡിൽ ആക്ഷൻ, അത് താഴേക്ക് വന്നേ. കണ്ട, പെർമനന്റിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. മനസ്സിലായോ? ഈ ടെമ്പററി ക്ലോസ്, പെർമനന്റ്ലി ക്ലോസ്ഡ്, ഇത് ആർക്കാ സെറ്റ് ചെയ്യും? ഞങ്ങൾക്ക് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളല്ലേ ഇതിന്റെ യൂസർ, വേറെ ആർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. സാർ, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് വന്ന് ഒരു റിലേഷനും ഇല്ലാതെ, അതായത് നമ്മുടെ കസ്റ്റമർ അല്ല, ബില്ല് വാങ്ങി അങ്ങനെ ഒരു കസ്റ്റമറേ ഇല്ല, അപ്പൊ ഇല്ലാത്ത പേരിൽ വന്ന് നെഗറ്റീവ് റിവ്യൂസ് ഇട്ടിട്ട് പോകുന്നു. അതിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമുക്ക് ഗൂഗിളിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പൊ ജെനുവിനാന്ന് തോന്നുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്യും. ബാഡ് റിവ്യൂ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിന് റിപ്ലൈ കൊടുക്കുക. ആ റിവ്യൂക്ക് റിപ്ലൈ കൊടുക്കത്തിൽ പറയാ, നിങ്ങളായിട്ട് നമ്മൾ ഒരു സർവീസും ചെയ്തിട്ടില്ല, നിങ്ങൾ നമ്മുടെ കോമ്പറ്റീറ്റർ ആണ്, നിങ്ങളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ, നമ്മളത് ഇതാണ്, നിങ്ങൾ നമ്മുടെ ഒരു കസ്റ്റമറോ നമ്മളായിട്ട് ഒരു കോമ്പറ്റീറ്റർ ആണെന്ന് കാണിക്കാം. അപ്പൊ ആ കാണിച്ചതിന് ശേഷം നിങ്ങൾ ഗൂഗിളിന്റെ അടുത്ത് റിപ്പോർട്ടും ചെയ്യാം. അപ്പൊ ഗൂഗിളിന് അത് മനസ്സിലാവും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോ ചിലപ്പോ ഗൂഗിൾ ആഡ് കഴിയുമ്പോ താഴെ കാണിക്കുന്നത് മാപ്പാണ്. അപ്പൊ അതിലെ വെബ്സൈറ്റുമ്പോ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വിസിറ്റർ കിട്ടും. അതിലെ നമ്പറുമ്പോ ക്ലിക്ക് ചെയ്ത് കോൾ കിട്ടും. ഹ്യൂജ് SEO-നേക്കാളും കൂടുതൽ റെസ്പോൺസ് ആണ് മാപ്പില്. സർ, ഇപ്പം ഞാൻ SEO ട്രെയിനിങ് സെന്റർ ഇൻ ദുബായിന്ന് ടൈപ്പ് ചെയ്യുമ്പം എന്റെ ഈ ഏജൻസി എങ്ങനെ ആ ഗൂഗിൾ ലിസ്റ്റിംഗില്, ഫോർ എക്സാമ്പിൾ, അതിലിപ്പം ഒരു 4-5 എണ്ണം കാണെങ്കിൽ എന്റെ എങ്ങനെ അതില് ടോപ്പ് വരും? അതും അതിനാണ് ലിസ്റ്റിംഗ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയും. നിങ്ങൾ അവിടെ കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടല്ലോ, ആ ഡിസ്ക്രിപ്ഷനിലൊക്കെ നിങ്ങളെ കീവേഡ് ഉൾക്കൊള്ളിക്കണം. പിന്നെ കറക്റ്റ് കാറ്റഗറി ചൂസ് ചെയ്യണം. അപ്പോഴാണ് നിങ്ങളുടെ ലിസ്റ്റിംഗ് കൃത്യമായിട്ട് വരും. സർ, സപ്പോസ് നമ്മുടെ അഡ്രസ് ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റാൻ പറ്റുമോ? പിന്നെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പിന്നെ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ആഡ് ചെയ്യാം. ഓക്കെ. സാർ, ഇത് ആദ്യം രജിസ്റ്റർ ചെയ്തവര് കൂടുതൽ ഫ്രണ്ടിൽ വരാൻ ചാൻസ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. കൃത്യമായ ഡിസ്ക്രിപ്ഷനും കൃത്യമായ പേരെ കൊടുത്ത അത് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ വരും. ഗൂഗിൾ ആഡ് ചെയ്തപ്പോ ഒരു ലൊക്കേഷൻ എക്സ്റ്റൻഷൻ കണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ? ഗൂഗിൾ ആഡിൽ ലൊക്കേഷൻ എക്സ്റ്റൻഷൻ ഉണ്ട്. ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് അവിടെ എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുക്കാം. അപ്പോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ലൊക്കേഷൻ മാപ്പിന്റെ ടോപ്പിൽ ആഡ് ആയിട്ട് കാണിക്കും. അപ്പൊ മാപ്പിൽ നമുക്ക് ആഡ് ഇടാം.
ഗൂഗിൾ ഗൂഗിൾ ഫോം ഫോം എന്ന് പറഞ്ഞുകൊള്ളായിരുന്നു സാർ. നമുക്ക് എങ്ങനെ ആൾക്കാരെ എൻക്വയറി മെയിലോട്ട് അയക്കാന്നുള്ളത്, സേവ് ചെയ്യാന്നുള്ളത്. സേവ് ചെയ്യാന്നുള്ള വേറെ ഓപ്ഷൻ തന്നെ ഉണ്ട്. ആ ആഡ് എക്സ്റ്റൻഷൻ തന്നെ ഒരു ലീഡ് ഫോം ഉണ്ട്, ലീഡ് ഫോം. ഞാനൊക്കെ ഉപയോഗിക്കുന്നത് CRM ഉപയോഗിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇതാണ് ഇവിടെ റിവ്യൂസ് ഇങ്ങനെ കാണാം, ലെഫ്റ്റ് സൈഡ് കണ്ട പോസ്റ്റ് കാണാം, ഇൻഫോ കാണാം. ഓക്കെ, ഇൻഫോ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും കൂടെ കാണിക്കാം. എല്ലാം കണ്ട ഇവിടെ ടൈം ഉണ്ട്. ഇൻഫോയിലാണ് ഇവിടെ നിങ്ങൾ ഡേറ്റ് ടൈം ഒക്കെ ഇടാം. കണ്ട മാർക്ക് ആസ് എ ടെമ്പററി ക്ലോസ്, പെർമനന്റ് കോസ്റ്റ്, റിമൂവ്ഡ് ലിസ്റ്റിംഗ് എന്ന ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇവിടെ റിവ്യൂസ് ഉണ്ട്. ഇവിടെ ഇപ്പൊ റിവ്യൂസിന്റെ ഇതൊരു റിവ്യൂ ആണെന്ന് വിചാരിക്കാം. ഇവിടെ കണ്ട ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഫ്ലാഗ് ആസ് ഇൻഅപ്രോപ്രിയേറ്റ്. മനസ്സിലായോ? ഇവിടെ ഒരാൾ എനിക്ക് റിവ്യൂ ഇട്ടാ കാണാം, ഒരു സ്റ്റാർ, വെറുതെ ഒരു സിംഗിൾ സ്റ്റാർ ഇട്ടു. ഇത് പണ്ടത്തെ കേസാണ്ടോ? ഇപ്പൊ ഞാൻ എഴുതിയാണ് യു ആർ സ്പാം, ഈവൻ ഐ ഡിഡ്ന്റ് വർക്ക് വിത്ത് എനിവൺ ഹൂസ് നെയിം ഈസ് ഗോപാൽ ശർമ്മ എന്നൊക്കെ എഴുതിയിട്ട് എന്നിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുക. അത് നിങ്ങൾക്ക് അങ്ങനെ റിപ്ലൈ ഇടാം. ഇതെന്റെ ഐബോട്ട് സൊല്യൂഷന്റെ ആണ്. മനസ്സിലായോ? അടുത്തതാണ് ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്. ഇതൊന്ന് വായിച്ചെല്ലാരും. ശരിക്കും വായിക്കും. ഇത് ഒരുപാട് ഇൻഫോർമേഷൻസ് അത് നിങ്ങൾ മനസ്സിലാക്കണം. 71% ഓഫ് അമേരിക്കൻസ് യൂസ് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ. വുമൺ യൂസ് ഫേസ്ബുക്ക് മോർ ദാൻ മെൻ. അപ്പൊ നിങ്ങൾ ലേഡീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടാർഗറ്റ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്കാണ് ബെറ്റർ. Facebook users have uploaded 250 billion photos. 25,000 കോടി. 25,000 കോടിയാണോ? അതെ, 25,000 കോടി ഫോട്ടോസ് ആണ് നടക്കുന്നത്. The older generation is growing more interested in Facebook. അതാണ് അതിന്റെ ഒരു പോയിന്റ്. ഓൾഡർ ജനറേഷൻ, നിങ്ങളൊരു 30 above ആൾക്കാരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റിയത് ഫേസ്ബുക്കാണ്. അതിന് താഴെയുള്ളവർ ഏതാ ഉപയോഗിക്കണം അറിയാമോ? ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കണം. മനസ്സിലായോ? അവരെ പഠിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ. ഇൻ 2015 71% of American teens were on Facebook. Today the number is down to 51%. അതായത് അവർ ഇൻസ്റ്റാഗ്രാമിൽ പോയൊക്കെ. On the other hand, seniors are part of the fastest growing group on Facebook. The US accounts for the lowest Facebook audience in the world. അവിടെയാണ് അത് ഉണ്ടാക്കിയത്. The majority of Facebook users live outside the US. ഏഷ്യ പസഫിക് അക്കൗണ്ട് ഫോർ 38%. അതാണ് അതിൻ്റെത്. ഇന്ത്യ ആണ് ഏറ്റവും കൂടുതൽ യൂസർ ഫേസ്ബുക്കിൽ. ഹയസ്റ്റ് നമ്പർ ഓഫ് ഫേസ്ബുക്ക് യൂസേഴ്സ്. 26 കോടി ജനം ഇന്ത്യയിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കും. ഇന്തോനേഷ്യ, ഇന്ത്യ, ഫിലിപ്പീൻസ് ആർ ദ കൺട്രീസ് സീ ദ ബിഗ്ഗസ്റ്റ് ഗ്രോത്ത്. അപ് ടു 98% people on Facebook use mobile. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. പിന്നെ ഉണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഫേസ്ബുക്കിലുണ്ട്. കോൺസർവേറ്റീവ്, ലിബറേറ്റ്, മോഡറേറ്റ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. പീപ്പിൾ ആർ മോസ്റ്റ് ആക്റ്റീവ് ഓൺ ഫേസ്ബുക്ക് അറ്റ് 8 AM and 10 PM. മോസ്റ്റ് ആക്റ്റീവ് ഓൺ 8 AM and 10 PM. And this is also very important. The average daily time spent on Facebook is 58 minutes. In fact, average user will only spend 1.7 seconds on a single piece of content. അപ്പൊ അത്രയ്ക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ആഡ് ആയിരിക്കണം, എന്നാലാണ് ആൾക്കാരെ ശ്രദ്ധ കിട്ടൂ. നല്ല രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. ഫേസ്ബുക്കിൽ എന്ത് ക്യാമ്പയിൻ ചെയ്യണമെങ്കിലും ഫേസ്ബുക്കിൽ നമുക്കൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഫേസ്ബുക്ക് ലോഗിൻ ചെയ്തോ? ഫേസ്ബുക്ക് എടുത്തോ. അവിടെ ഒരു സെക്കൻഡ് അവിടെ പ്ലസ്, അവിടെ പ്ലസ് അടിക്കുക. വെരി ഗുഡ്. താഴെ പ്ലസ് അടിച്ചോ.
അവിടെ പ്ലസ് ഡി അവിടെ കാണാൻ കണ്ട പോസ്റ്റ്, സ്റ്റോറി, ലൈഫ് ഇവന്റ്, പേജ്, ആഡ്, ഗ്രൂപ്പ് ഒക്കെ കാണാം. നമ്മൾ അവിടെ പേജ് ക്ലിക്ക് ചെയ്യാം. പേജ് എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ലെഫ്റ്റ് സൈഡിൽ കണ്ട പേജ് നെയിം കൊടുക്ക്, പ്രദീപ് ഡിജിറ്റൽ ഏജൻസി. ഇവിടെ കാണണ്ട, പ്രിവ്യൂ കാണണ്ട. കാറ്റഗറി കൊടുക്കുക. കൊടുത്ത് ഡിജിറ്റൽ എന്ന് കൊടുത്ത്, അല്ലെങ്കിൽ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് കൊടുത്ത്. ആ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് സർവീസ് ഗൂഗിളിന് തന്നെയാണല്ലോ വരുന്നത്. അതായത് ഡിസ്ക്രിപ്ഷൻ എഴുതിക്കോ. ഇനി ഫേസ്ബുക്കിന് വേണ്ടത് ഒരു കവർ ഇമേജ് വേണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് പേജ് കൊടുക്ക്. പേജ് ക്രിയേറ്റ് ആയി. ഇനി അവിടെ ആഡ് പ്രൊഫൈൽ പിക്ചർ ഉണ്ട്, താഴേക്ക് വന്ന് ആഡ് കവർ ഫോട്ടോ ഉണ്ട്. പ്രൊഫൈൽ പിക്ചർ എന്ന് മനസ്സിലായില്ലോ, നിങ്ങളുടെ കമ്പനിയുടെ ലോഗാണ് കൊടുക്കുക. ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ കൊടുക്ക് പ്രൊഫൈൽ പിക്ചർ ആയിട്ട്, പ്രദീപ് സാറേ. ഓക്കെ, ഇനി ഒരു മിനിറ്റ്. കവർ ഇമേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം. അതിനാണ് നിങ്ങൾ canva.com പോയെടുത്ത് ഉപയോഗിച്ചിട്ടില്ല? ആ, canva.com നിങ്ങൾ ലോഗിൻ ആണോ ഓൾറെഡി? അതല്ലേ? ആ, ടെംപ്ലേറ്റ്സ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിന്റെ കവർ ഉണ്ട് അടിയിൽ, സോഷ്യൽ മീഡിയ അടിയിൽ ഫേസ്ബുക്ക് കവർ ഉണ്ടാ. ആ, ഒരു ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യും. ഏതാ വേണ്ടേ? വി ഡെലിവർ 24/7 നല്ലതാ, അത് ക്ലിക്ക്. അത് വീഡിയോ ആണ് അല്ലേ? അത് വേണ്ട. വേറെ എന്നിട്ടോ? ആ മെയിൻറ്റെയിൻ ബാലൻസ് ലെഫ്റ്റ് സൈഡിൽ കണ്ട, അത് എടുക്ക്. അതെടുത്തോ, അതെടുത്തോണേ. അത് ഗ്ലാസിന് അത് എടുക്കാം. മെയിൻറ്റെയിൻ ബാലൻസ് അത് ഓപ്പൺ ചെയ്യും. ആ, കണ്ട. ഇനി അവിടെ നിങ്ങളുടെ പേര് എഴുത്, പ്രദീപ് ഡിജിറ്റൽ ഏജൻസി. എഡിറ്റ് ചെയ്യാം. അത് വേണമെങ്കിൽ മോളിൽ അത് സൈസ് ചെറുതാക്കാം. മോളിൽ കണ്ട മൊത്തം അത് അതന്നെ, അത് തന്നെ കണ്ട. വെരി ഗുഡ്. അത് മാറ്റാൻ വേണമെങ്കിൽ. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ എലമെന്റ്സ് ഉണ്ട്. എലമെന്റ്സ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവിടെ ഉപയോഗിക്കാം. എന്തെങ്കിലും ഇപ്പൊ വെറുതെ എന്തെങ്കിലും ഒന്ന് ചെയ്തു വേണമെങ്കിൽ. മനസ്സിലായോ? അപ്പൊ ഏതെങ്കിലും അത് ക്ലിക്ക് ചെയ്തോ, കാരണം ക്ലിക്ക് ചെയ്തോ എന്തെങ്കിലും അത് ക്ലിക്ക് ചെയ്യാം. അണ്ട് അത് ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട് കണ്ടാ. ആ, അത് നിങ്ങൾക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ മൂവ് ചെയ്യാം, എവിടേക്ക് ഇഷ്ടമെടുത്ത് കൊണ്ടുവയ്ക്കാം. ആ, എന്നിട്ട് വേണമെങ്കിൽ ചെറുതാക്കാം. വെരി ഗുഡ്. മനസ്സിലായോ? ഇനി ലെഫ്റ്റ് സൈഡിൽ ടി ഉണ്ട്, ടി. അതുമ്മ ക്ലിക്ക് ചെയ്യും. നിങ്ങൾക്ക് ആഡ് ഹെഡിങ് വേണമെങ്കിൽ അതുമ്മ ക്ലിക്ക് ചെയ്യാം. അതിൽ താഴെ കണ്ടോ ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം, സ്പാർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമ്മ ക്ലിക്ക് ചെയ്ത് ആ ഫ്രീ. അത് ചെറുതാക്കാം, മൂവ് ചെയ്യാം. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഫോട്ടോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡുമ്പോ ക്ലിക്ക് ചെയ്ത്
ആളെ ഭയങ്കര ബോഡി ട്രാൻസ്ഫോം ചെയ്തതാ. താഴേക്ക് വെക്കി. വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതണമെങ്കിൽ വീണ്ടും അടുത്തൊരു ടാബ് ഓപ്പൺ ചെയ്ത് എഴുത്തുപുരാന്ന് സെർച്ച് ചെയ്യും. അവിടെ നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെറുതെ ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി. എഴുതി ഡിജിറ്റൽ എന്ന് എഴുതി കണ്ട, അപ്പൊ അതിന്റെ മലയാളം വരും. കണ്ട മാർക്കറ്റിംഗ്, കണ്ട ഏജൻസി. അത് കോപ്പി ചെയ്യാം. എന്നിട്ട് അവിടെ ആ ഫോട്ടോയിൽ കൊണ്ടോ. ക്യാൻവേസില് ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അടിയിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല, അത് മാറ്റിയിട്ട് മലയാളത്തിലേക്ക്. വെരി ഗുഡ്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിന് ഡൗൺലോഡ് ചെയ്യാം. ഏറ്റവും മുകളിൽ ടോപ്പ് റൈറ്റ് ഡൗൺലോഡ് ഉണ്ടോ? PNG ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം, JPG ആയിട്ട്. PNG ഡൗൺലോഡ് ചെയ്തോ. ഓക്കെ അടിച്ചു. അത് ക്ലോസ് ചെയ്യും. ഇത് ക്ലോസ് ചെയ്യും. ഇനി നിങ്ങൾ എന്നിട്ട് ചെയ്യേണ്ട അത് ക്ലോസ് ചെയ്യും. ആ ഫേസ്ബുക്ക് എടുക്ക്. ഉണ്ടല്ലോ ഫേസ്ബുക്ക് എടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഇവിടെ കവർ ഇമേജ് ഇട്. ലെഫ്റ്റ് സൈഡ് കണ്ട കവർ ഇമേജ് ഡൗൺലോഡ് ചെയ്യില്ല. അത് തന്നെ. എന്താ സേവ് ചെയ്. നിവിൻ സാർ ഉപയോഗിക്കാറുണ്ടോ? ക്യാൻവ ഇതുവരെ യൂസ് ചെയ്തിരുന്നില്ല കേട്ടോ. നല്ല സാധനം. ഞാൻ മൊബൈലിൽ വേറെ പല ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. വേറെ ടാബ് ഓപ്പൺ ചെയ്തേ. ഇനി ഈ ഫോട്ടോഷോപ്പ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയാണ്, ഫോട്ടോഷോപ്പിൽ ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ എടുത്ത് മാറ്റാന്നുള്ളതാണ്. നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് മാറ്റാൻ ഒരു സൈറ്റ് ഉണ്ട്, remove.bg. എടുത്തേ. ആ ഇമേജ് അപ്ലോഡ് ചെയ്യും. നേരത്തെ നിങ്ങൾ എടുത്ത ഇമേജ് തന്നെ എടുത്തോണേ. ഇതിൽ സൈൻ ഇൻ ചെയ്യണ്ട. ഇതിന് സൈൻ ഇൻ ചെയ്യണ്ട. ഒറിജിനൽ എടുക്ക്. കണ്ടാ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി. ഒറ്റ ക്ലിക്ക് മതി. വെരി സിമ്പിൾ. ഇനി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ സൈനപ്പ് ചെയ്യണം കേട്ടോ. വേണ്ടല്ലേ സൈനപ്പ് ചെയ്യണ്ടല്ലോ. ലോ റെസൊല്യൂഷൻ സൈനപ്പ് ചെയ്യണ്ട, ഹൈ റെസൊല്യൂഷൻ ഉള്ളൂ. വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണമെങ്കിലോ? വേറെ നമുക്ക് ആ ഇമേജ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫേസ്ബുക്കിന്റെ ഇപ്പൊ നമ്മള് ബാനർ ഉണ്ടാക്കിയില്ല, അവിടെ കൊണ്ടുവയ്ക്കാൻ വേണമെങ്കിൽ ഇവിടെ ഫോട്ടോ സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അതിപ്പോ എവിടെ കൊണ്ടുവച്ചാലും അത് കൃത്യമായിട്ട് ഇരിക്കുന്നത്. അതാണ്, അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാന്നുള്ളതാണ് ഇത്തിരി ടഫ് പണി. ഞാൻ എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ആഡ് ചെയ്യണമെന്നാണ് കാണിച്ചു തരാൻ പോണത്. facebook.com/adsmanager. സാർ, നമ്മൾ നോർമലി ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് പോകില്ലേ അക്കൗണ്ടിൽ? പോകില്ല. നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്യണം. പേടിക്കണം. സാർ, ഇപ്പം ഒരു ബിസിനസിന് വേണ്ടി ഞങ്ങൾ ഫേസ്ബുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ പേഴ്സണൽ ലോഗിൻ വഴിച്ചാണോ ചെയ്യുന്നത്, ആണോ ബിസിനസിന് വേണ്ടി ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം? നമ്മൾ ഗൂഗിളിൽ ചെയ്ത പോലെ ഫേസ്ബുക്ക് ഇങ്ങനെയാണ് പറഞ്ഞേ. ഇങ്ങനെ പറ്റേ, കുഴപ്പമില്ല.
നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ക്രിയേറ്റ് ക്യാമ്പയിൻ കണ്ടോ? ഇങ്ങനെ വരില്ല, ഇങ്ങനെ വന്ന് ക്രിയേറ്റ് ക്യാമ്പയിൻ ഇടി. നമുക്ക് ഇവിടെ പലതരത്തിലുള്ളത് ചെയ്യാം. ഉണ്ട് ബ്രാൻഡ് അവയർനെസ്, റീച്ച്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ആപ്പ് ഇൻസ്റ്റാൾസ്, വീഡിയോസ്, ലീഡ് ജനറേഷൻ ഒക്കെ ഗൂഗിൾ ആഡ് പോലൊക്കെ തന്നെയാണ്. നമുക്ക് ട്രാഫിക് ക്ലിക്ക് ചെയ്യാം ആദ്യം. ഈ ലീഡ് ജനറേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ എനിക്ക് കിട്ടിയത്. ഓക്കെ, അതെന്താ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്, കണ്ടിന്യൂ അടി. നിങ്ങളുടെ ക്യാമ്പയിന്റെ പേര് കൊടുക്കുക, എന്തെങ്കിലും കൊടുത്തോ. താഴേക്കോ, താഴേക്ക് സ്ക്രോൾ ചെയ്യും. നെക്സ്റ്റ് അടി. കണ്ട, choose where you want to drive traffic. You will enter more details about destination later. ഇപ്പൊ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എവിടേക്കാണ് വരണ്ടേ? വെബ്സൈറ്റിലേക്കാണോ? ആപ്പ് എന്ന് പറഞ്ഞിട്ട് ചൂസ് ദ ആപ്പ് യു വാണ്ട് ടു അഡ്വർടൈസ്. യു ക്യാൻ അഡ്വർടൈസ് എനി ആപ്പ് that you have registered on Facebook developer site. Messenger, send people from ads into messenger conversation with your business. Your ad will be shown to people who are likely to open messenger. WhatsApp, when a person click on your ad, a message thread with your business will open in WhatsApp. Your ad will be shown to people more likely to open WhatsApp. Clear ആയോ? ഇപ്പൊ നമ്മൾ വെബ്സൈറ്റിലേക്ക് ചെയ്യാം. താഴേക്കോ, ഇതിന്റെയൊക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. കണ്ട, നിങ്ങൾക്ക് അവിടെ ഡെയിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യാം. താഴേക്കോ, നിങ്ങൾക്ക് അവിടെ ലൊക്കേഷൻ കൊടുക്കാം, ഏജ് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ബ്രൗസ്മ ക്ലിക്ക് ചെയ്യും, ബ്രൗസ് ഡെമോഗ്രാഫിക്സ് ക്ലിക്ക് ചെയ്യും. വേണ്ട, നിങ്ങൾക്ക് വർക്കിന്റെ അടിയിൽ വർക്ക് കണ്ടോ? വർക്ക് ഇൻഡസ്ട്രി ഉണ്ടോ? നമുക്ക് വേണമെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരെ മാത്രം വേണം ചെയ്യാം, ആർക്കിടെക്ചർ വേണം ചെയ്യാം, ആർട്സ് മാത്രമുള്ളവർ ചെയ്യാം, ക്ലീനിങ് ആൻഡ് മെയിൻ സർവീസ് ചെയ്യാം, കമ്മ്യൂണിറ്റി ആൻഡ് സോഷ്യൽ സർവീസ് ചെയ്യാം. എന്ത് ഗ്രൂപ്പിന് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഉണ്ടോ? കൺസ്ട്രക്ഷൻ, എഡ്യൂക്കേഷൻ ആൻഡ് ലൈബ്രറി, ഫുഡ്, ഗവൺമെന്റ് എംപ്ലോയീസ്, ഹെൽത്ത് കെയർ, IT ആൻഡ് ടെക്നിക്കൽ, ഇൻസ്റ്റലേഷൻ, ലീഗൽ സർവീസ്, മാനേജ്മെന്റ്, സെയിൽസ്. നമുക്ക് ആരെയാണോ വേണ്ടത് അത് കൃത്യമായിട്ട് അവിടെ ചെയ്യാം. സോറി, ഇപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഗ്രൂപ്പ് ഇതാവുന്നത്? ലൈക്ക് ഫോർ എക്സാമ്പിൾ, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. സ്റ്റുഡന്റ് ആവുമ്പോൾ എഡ്യൂക്കേഷണൽ ലൈബ്രറീസിൽ എന്നെ ആഡ് ചെയ്യോ? ഇത് എങ്ങനെയാണ്? നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ആഡ് ചെയ്യില്ലേ, അതിൽ നിന്നാണ് അവരെടുക്കുന്നത്. ഓക്കെ, ഈ മോളോട്ടേക്ക് പോയി കണ്ടാ, ബ്രൗസർ ക്ലിക്ക് ചെയ്ത് ഇഷ്ടം പോലെ ഉണ്ട്. കണ്ട, ഇത് അതെടുത്ത് ഡെമോഗ്രാഫിക്സ് എടുത്ത് താഴെ റിലേഷൻഷിപ്പ് ഉണ്ടോ? അത് അവരുണ്ട്. അതിന് ക്ലിക്ക് ചെയ്യും. കണ്ട, കോംപ്ലിക്കേറ്റഡ്, ഡിവോഴ്സ് ചെയ്തവരുമായി ടാർഗറ്റ് ചെയ്യും, എൻഗേജ് ചെയ്തൊരു ടാർഗറ്റ്, മാരീഡ് ചെയ്തൊരു ടാർഗറ്റ് ചെയ്യാം, സെപ്പറേറ്റഡ്, സിംഗിൾ, ഓപ്പൺ റിലേഷൻഷിപ്പ്, എല്ലാ തരത്തിലുള്ളവരും നമുക്ക് പറ്റും. നിങ്ങളിത് ശരിക്കും എടുത്ത് പഠിക്കണം. എന്തൊക്കെ ബിഹേവിയർ ഉണ്ട്, അതായത് ടെക്നോളജി ഉപയോഗിക്കുന്നവർ, മൊബൈൽ യൂസർ, ഡിജിറ്റൽ ആക്ടിവിറ്റീസ്, എക്സ്പാറ്റ്സ്, മൊബൈൽ ഡിവൈസസ് യൂസർ. ആ മൊബൈൽ ഡിവൈസ് യൂസർ ക്ലിക്ക് ചെയ്ത് കണ്ടോ, ഏത് തരം മൊബൈൽ ആക്സസ് അറ്റ് ഓൾ ഡിവൈസ്, ആൻഡ്രോയിഡ് 360. ക്ലിയർ ആയോ? കഴിക്കോ, മാനുവൽ പ്ലേസ്മെന്റ് ഉണ്ടോ?
ഇവിടെയാണ് ഞാൻ പറഞ്ഞ ക്ലിക്ക് ചെയ്തോ. കണ്ട, നിങ്ങൾക്ക് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് വേണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്യാം. ഇതിലൂടെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ആഡ് പ്ലേസ് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യും. കണ്ട, ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വേണമെങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് വരില്ല. മനസ്സിലായോ? ഇതിലൂടെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുക. താഴേക്കോ. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോ, ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാഗ്രാമിൽ കമ്പനിക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ചോദിച്ചത് എന്താ സാർ, ഇപ്പം നമുക്ക് എത്ര ഫോളോവേഴ്സ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അല്ല ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് പേജ്, നമ്മളെ പേജ് ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും എന്നിട്ട് ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അത് ആളുകളിലേക്ക് എങ്ങനെ റീച്ച് എത്തുന്നില്ലല്ലോ പലപ്പോഴും. അപ്പൊ അതെന്താ കാരണം? റീച്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നാമത് തന്നെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നിങ്ങളെ ഫോളോ ചെയ്തവരൊന്നും ആക്റ്റീവ് ആയിരിക്കില്ല അത്ര. മനസ്സിലായോ? ഇത് അറിയാൻ പറ്റുമോ? പിന്നെ അതിൽ ഇൻസൈറ്റ് അനലിറ്റിക്സ് ഉള്ളതാണ്. നമ്മുടെ പോസ്റ്റ് എത്ര പേര് റീച്ച് ചെയ്തു, ഏതൊക്കെ ലൊക്കേഷൻ, ഡെമോഗ്രാഫിക്സ് ഫേസ്ബുക്കിലുണ്ട്. പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ട്രാഫിക് ആണ് കേട്ടോ. അപ്പൊ ഒരു ക്ലിക്ക്, ഞാൻ അതിലേക്കൊക്കെ വരാം. ഒരു ലിങ്ക് ക്ലിക്കാണ്. അതായത് നമ്മുടെ ആഡുമ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിലേക്ക് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അടി. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ ഫേസ്ബുക്ക് പേജ് കണ്ട, ഫേസ്ബുക്ക് പേജ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഈ അക്കൗണ്ടിൽ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിന് അത് ഓട്ടോമാറ്റിക്കലി വരും. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫേസ്ബുക്ക് പേജ് അവിടെ ചൂസ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പേജ് വേണം എന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതോടെ സെലക്ട് ചെയ്യാം. അപ്പൊ ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ വേണം, അതാ നല്ലത്. സിംഗിൾ ഇമേജ്, കറൗസൽ ഇമേജ് ഒക്കെ ഉണ്ട്. ഇപ്പൊ സിംഗിൾ ഇമേജ് എടുക്കാം. താഴേക്ക് വാ, ആഡ് ഇമേജ്, അപ്ലോഡ് എടുക്കുക. അപ്ലോഡ് കണ്ടിന്യൂ അടി. മനസ്സിലായോ? ഇനി അവിടെ പ്രൈമറി ടെസ്റ്റ് കൊടുക്കുക. ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്. റൈറ്റ് സൈഡിൽ കാണുന്നത് കണ്ട, ഫ്രീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് കണ്ട. നിങ്ങൾക്ക് പ്രൈമറി ടെസ്റ്റ് എന്തോരം വേണമെങ്കിലും എഴുതാം. പക്ഷെ 2-3 സെന്റൻസോടെ കാണിക്കുള്ളൂ. ബാക്കി മോർന്ന് ക്ലിക്ക് ചെയ്യും. ഹെഡ്ലൈൻ കാണിക്കും. ഞാൻ അടുത്ത് ഹെഡ്ലൈൻ കൊടുക്കുക. ഫ്യൂ സീറ്റ്സ് ആർ ലെഫ്റ്റ് എന്ന് കൊടുക്കുക. താഴേക്ക് വാ. കണ്ട, ക്ലിക്ക് ചെയ്യുമ്പോ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. പയ്യെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് റൈറ്റ് സൈഡ്, സ്ക്രോൾ ചെയ്ത് റൈറ്റ് സൈഡ് പയ്യെ. റൈറ്റ് സൈഡ്. ഇത് ഈ സാധനം ഇതിന്റെ തൊട്ടപ്പുറത്ത്. അതന്നെ സ്ക്രോൾ ചെയ്യും. കണ്ട, ഫ്യൂ സീറ്റ്സ് ആർ ലെഫ്റ്റ് എന്നൊക്കെ കണ്ട, അവിടെ വരും. ക്ലിയർ ആയോ? ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് വെബ്സൈറ്റിലേക്ക് പോകണമെന്നുള്ളത് ഇപ്പൊ നിങ്ങൾ കൊടുക്കുക www.internetitstraining.com. മനസ്സിലായോ? ഓക്കെ, ഇനി ഡിസ്പ്ലേ ലിങ്ക് കൊടുക്കാം. ഇപ്പൊ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കൊടുത്തോ, അതന്നെ കൊടുത്തോ. സെയിം www. ഇനി താഴെ കണ്ട കോൾ ടു ആക്ഷൻ, ലേൺ മോർ വേണോ, അപ്ലൈ നൗ വേണോ, ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ലേൺ മോർ കൊടുക്ക്. അപ്ലൈ നൗ. അപ്ലൈ ഇഷ്ടമുള്ള കൊടുത്തു. അപ്ലൈ നൗ കൊടുത്തോണേ. ഏറ്റവും ഡിലിക്കുക. റൈറ്റ് സൈഡ്. ഓക്കെ, ഇനി പബ്ലിഷ് അടി. കണ്ട, നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണത് ഇവിടെ. മനസ്സിലായോ? എന്നിട്ട് ഗൂഗിളിൽ ചെയ്തേക്കണവരോട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണതാ. കണ്ടിന്യൂ അടിച്ചോ. നിങ്ങൾ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ക്ലോസ് അടിച്ചോ. ഇനി ലെഫ്റ്റ് സൈഡിൽ 9 ഡോട്ട് കണ്ടോ? അതാണ് ബിസിനസ് ടൂൾസ്. ഏറ്റവും പ്രധാനപ്പെട്ടതാ. അതുമ്മ ക്ലിക്ക് ചെയ്. ആഡ്സ് മാനേജർമ ക്ലിക്ക് ചെയ്.
അതാണ് എല്ലാത്തിൻ്റെയും എവിടേക്കും പോകാനുള്ള ഒരു സാധനം. കാരണം നിങ്ങൾ ചെയ്തേക്കണ ക്യാമ്പയിൻ ഇവിടെ വന്നു. ക്യാമ്പയിൻ വന്നണ്ട. ഇനി വീണ്ടും ആ 9 ഡോട്ടുമ്മ ക്ലിക്ക് ചെയ്ത് ബില്ലിംഗ് ക്ലിക്ക് ചെയ്ത് ഉണ്ടാ. നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് അടയ്ക്കാം. പേയ്മെന്റ് സെറ്റിംഗ്സ് ഉണ്ടാ, അത് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡ് ടോപ്പ് പേയ്മെന്റ് സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്യും. നിങ്ങളുടെ പേയ്മെന്റ് മെത്തേഡ് ഇവിടെ ആഡ് ചെയ്യാം. മനസ്സിലായോ? ആഡ് പേയ്മെന്റ് മെത്തേഡ്. ഓക്കെ. ഇനി വീണ്ടും 9 ഡോട്ടുമ്മ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡ്, അത് തന്നെ, വെരി ഗുഡ്. ആഡ്സ് മാനേജർ ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആയോ? ഇനി ആ ക്യാമ്പയിനുമ ക്ലിക്ക് ചെയ്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ക്ലിക്ക് ചെയ്ത് ആ വ്യൂ ചാർട്ട് എന്ന് പറഞ്ഞാണ് റിസൾട്ട് കാണാൻ പറ്റും, എത്ര ഇംപ്രഷൻ, എത്ര ക്ലിക്ക് കിട്ടുന്നത്. ഇനി ന്യൂ ആഡ് സെറ്റുമ ക്ലിക്ക് ചെയ്ത് കണ്ടാ. നിങ്ങൾക്ക് ഇവിടെ ഞാൻ ഇത് എഡിറ്റ് ക്ലിക്ക് ചെയ്യാം. ആഡ് വന്നു, എഡിറ്റ് ക്ലിക്ക് എഡിറ്റ് എന്താ താഴേക്ക് വരാം. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാം. മനസ്സിലായോ? എഡിറ്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യാം. ഞാനിതിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്നാണെന്ന് അറിയോ? ഇപ്പൊ ആയുർവേദത്തിനെ സംബന്ധിച്ചാകുമ്പോ അവരുടെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ അപ്രൂവൽ കിട്ടില്ല. ഹെൽത്ത് റിലേറ്റഡ് ആയതുകൊണ്ടാണ്. അവര് പറയുന്ന കോൺസെപ്റ്റ് അനുസരിച്ചാണെങ്കിൽ ഒരു സാധനം പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹെൽത്ത് പറ്റില്ല, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ പറ്റില്ല. ഡ്രഗ്സിന്റെ ഭയങ്കര സീരിയസ് മാറ്റർ. മെഡിസിനെ കുറിച്ചോ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ട്രീറ്റ്മെന്റിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഡ്രഗ്സിൽ പെട്ട സാധനങ്ങള് ഭയങ്കര അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. ഡ്രഗ്സ്, പോളിറ്റിക്സ്,